എല്ലാവർക്കും നമസ്കാരം. യോഗ ക്ലാസ് നയിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ ശ്രീമതി ഉഷ, ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകരെ, അനധ്യാപകർ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നുണ്ട്. നാം എല്ലാ വർഷവും ചില കുറഞ്ഞ രീതിയിൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ യോഗ ഡേ ആയി അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിന്റെ ഏകദേശം 177 രാജ്യങ്ങളിൽ ഇന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യോഗയുടെ പ്രാധാന്യം എന്താണെന്നും അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സ്പിരിറ്റിനെയും, യോഗ എന്ന് പറഞ്ഞാൽ യൂട്ട് എന്ന സാംസ്കൃതിക് വാക്കിൽ നിന്നും വന്നതാണ് യോഗ. യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം ടു യുണൈറ്റ് എന്നുള്ളതാണ്. എന്തിനെയാണ്? മൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രാർത്ഥനയാണ് ആദ്യം. ഏത് പ്രാർത്ഥനയും ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സഹനാപൗരി എന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് വജ്രാസനത്തിൽ വേണ്ടിയിരിക്കാം. വജ്രാസനം എന്ന് പറയുമ്പോൾ കാല് പുറകോട്ട് വെച്ച് പട്ടക്സിൽ മുട്ടിച്ചാണ് ഇരിക്കുന്നത്. അഥവാ അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാപ്പടിയിൽ അല്ലെങ്കിൽ സുഖാസനത്തിൽ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കും. 3 പ്രാവശ്യം ഓം ചാൻറ്റിംഗ് ചെയ്യുകയാണ്. അതിനുള്ള സൂക്ഷ്മ വ്യായാമമാണ് നടക്കുന്നത്. സുഖാസനത്തിലോ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിലിരിക്കാം. ആദ്യം
കഴുത്തിന് ഭാഗത്തേക്ക് തുറിച്ച് നോക്കുക. കണ്ണിമ വെട്ടരുത്. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. റിലാക്സ്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലത് ചെവി വലത് തോളിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുക. തോൾ ഉയർത്തരുത്. കഴുത്ത് മാക്സിമം വളയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. റിലാക്സ്. ഇനി കഴുത്തിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അത് ക്ലോക്ക് വൈസും പിന്നെ ആന്റി ക്ലോക്ക് വൈസും. കഴുത്തിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ണും തുറന്നു വയ്ക്കുക. കാരണം കഴുത്തിന് തേയ്മാനം സ്പോണ്ടിലോസിസും സ്പോണ്ടിലൈറ്റിസും ഒക്കെ ഉള്ളവർക്ക് തല ചുറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ണ് തുറന്നു വയ്ക്കുക. കൈകൾ വാൽമുട്ടിൽ കമഴ്ത്തി വയ്ക്കുക. നട്ടലിൽ നിവർത്തിയിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്ത് കൂടി മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്ത് കൂടി താഴേക്ക്. റിപ്പീറ്റ് ചെയ്യാം. വലതുവശത്ത് കൂടി തന്നെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്ത് കൂടി താഴേക്ക്. ഈ റൗണ്ട് പൂർത്തിയാക്കി ഓപ്പോസിറ്റ് ആസിൽ അതേപോലെ തലയിലേക്ക് എടുക്കാം. ഇനി കൈവിരൽ കൊണ്ട് കാലിന്റെ മുട്ടിന്റെ ചിരട്ട നീക്കിയാക്കുക. കവർ ചെയ്ത് അമർത്തി പിടിക്കുക. മുമ്പിലേക്ക് പുറകിലേക്ക് ചലിപ്പിക്കുക. കൂടി കാൽഭാഗം വരെ മസാജ് കൊടുക്കാം. കാല് ഉയർത്തി വെച്ച് അടിഭാഗത്ത് കൂടി കാൽഭാഗം വരെ മസാജ് കൊടുക്കാം. കാല് നീക്കി വെക്കാം. ശ്വാസത്തിൽ തന്നെ വയറിനെ ശക്തിയായി പമ്പ് ചെയ്യുകയാണ്. ഓരോ 3 മിനിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ 10 പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പം നിർത്തുക. ബുദ്ധിമുട്ടുള്ളത് ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു യോഗ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് എത്ര പറ്റുമോ അത്ര മാത്രമേ ചെയ്യാവൂ. പിന്നെ ഗ്രാജുവലായിട്ട് നമുക്ക് അതിൻ്റെ ഉണ്ടാവുന്നതാണ്. നമ്മൾ ആദ്യം കൂടുതൽ ശ്വാസം ശക്തിയായി പൊങ്ങിക്കൂടെ ചിന്തിക്കുകയാണ്. ആദ്യം നമുക്ക് 2 പ്രാവശ്യം ദീർഘമായിട്ട് കൺട്രോൾ ആദ്യം ദീർഘമായിട്ട് ശ്വാസം വയറ് നല്ലപോലെ ഉയർത്തി വരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം വയറ് നല്ലപോലെ ഉയർത്തി അകത്തേക്ക് വിടുകയാണ്. വീണ്ടും ശ്വാസം എടുക്കുക. സാവധാനം ശ്വാസം. ഇനി ശക്തിയായി വയറിനെ പമ്പ് ചെയ്യുകയാണ്. ആദ്യം കാണുക. ശ്വാസം തന്നെ നട്ടലിൽ നിവർത്തിയിരിക്കുക. കണ്ണടയ്ക്കുക. ആ
വജ്രാസനത്തിലിരിക്കാൻ എല്ലാ ദിവസവും ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഉടനെ ചെയ്യാവുന്ന ഒരേ ഒരു ആസനമുള്ളൂ. അത് വജ്രാസനമാണ്. ദഹനക്രിയയെ വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ നട്ടലിന് നല്ല ഇതാണ് വജ്രാസനം. നമുക്ക് മാണ്ഡൂകാസനം വജ്രാസനത്തിൽ ഇരിക്കുകയാണ്. കൈകളെ വെച്ച് ആദ്യം കുത്താനാണ് ഇത് പറയുന്നത്. അതായത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് വെച്ച് ഇങ്ങനെ കൈവച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആദ്യം കുത്താന്ന് പറയുന്നത്. കൈ കുത്തിട്ട് രണ്ട് സൈഡിൽ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ടാൽ വൈകിലേക്ക് പറയുക. ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് കുനിയുക. നല്ലതുപോലെ ശ്വാസം എടുത്തു കൊടുക്കുക. മാണ്ഡൂകാസനം. ബട്ടൻസ് കാലിന്റെ ഒത്തുതീരുന്ന മാണ്ഡൂകാസനം. ഇത് ദഹനക്രിയയൊക്കെ ഏറ്റവും സഹായിക്കുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഡിസോർഡേഴ്സ് എല്ലാം മാറുന്നതാണ്. ഒരുപാട് മസാജ് കൊടുക്കുന്നതാണ്. ഇതിന്റെ ഇതിലൊക്കെ പറ്റിയോ? പറ്റില്ലല്ലോ. പറ്റുന്നവരാണ്. ഓക്കെ ചെയ്യുക. ശരീരം തളർത്തി ഈ കാലുകൾ ചേർത്ത് വെക്കുക. കാലിന്റെ ഓരോ കാലും മുട്ട് മടക്കി കൊണ്ട് ബട്ടൻസിലേക്ക് അടിക്കാൻ. ഞങ്ങൾ താഴ്ത്തി കാലിൽ വെക്കാം. ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കണം. ശ്വാസമായിട്ട് ബന്ധിപ്പിക്കണം. നമുക്ക് ഒരു ബാലൻസിങ് ഇതാണ് താടാസനം. ഇതിന് രണ്ട് കാലിലും ശരീരഭാരം രണ്ട് കാലിലേക്ക് സമം കൊടുത്ത് നട്ടെല്ല് നിവർത്തി നേരെ നിവർന്ന് നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഫിംഗർ ലോക്ക് ചെയ്ത് തിരിച്ചു പിടിച്ച് വലിച്ചു പിടിക്കുക. ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർത്തുക. നല്ലതുപോലെ വലിഞ്ഞു നിൽക്കുക. ഒരേ ബിന്ദുവിലേക്ക് നേരെ നോക്കുക. ബാലൻസ് കിട്ടുന്നതാണ്. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് സാധാരണ ശ്വാസത്തിൽ നിലകൊള്ള മാക്സിമം വലിഞ്ഞു നിൽക്കുക. ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതിന് അറ്റൻഷൻ കൊടുക്കണം. ശ്വാസമായിട്ട് ബന്ധിപ്പിക്കണം. നമുക്ക് ഒരു ബാലൻസിങ് ഇതാണ് താടാസനം. ഇതിന് രണ്ട് കാലിലും ശരീരഭാരം രണ്ട് കാലിലേക്ക് സമം കൊടുത്ത് നട്ടെല്ല് നിവർത്തി നേരെ നിവർന്ന് നിൽക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഫിംഗർ ലോക്ക് ചെയ്ത് തിരിച്ചു പിടിച്ച് വലിച്ചു പിടിക്കുക. ഉപ്പൂറ്റി തറയിൽ നിന്ന് ഉയർത്തുക. നല്ലതുപോലെ വലിഞ്ഞു നിൽക്കുക. ഒരേ ബിന്ദുവിലേക്ക് നേരെ നോക്കുക. ബാലൻസ് കിട്ടുന്നതാണ്. ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് സാധാരണ ശ്വാസത്തിൽ നിലകൊള്ള മാക്സിമം വലിഞ്ഞു നിൽക്കുക. മറ്റൊന്ന് നോക്കി ചെയ്യുക. അതിനെ ഇങ്ങനെ നിന്നാലും മതി. എത്രത്തോളം പറ്റുമോ നിന്നാൽ മതി. ഒരേ ബിന്ദുവിലേക്ക് നേരെ നോക്കുക. ബാലൻസ് കിട്ടുന്നതാണ്. വലത് കൈയിലേക്ക് കൊടുക്കുക. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്താം. റിലാക്സ് ചെയ്യാം. ശ്വാസം എടുത്ത് വിടുകയാണ്. നമ്മള് ശവാസനത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. മലർന്ന് കിടക്കുക. കാലുകൾ അകറ്റി കൈകൾ അകറ്റി തല കംപ്ലീറ്റ് ബോഡി ഭൂമിയിൽ പതിപ്പിച്ച് കിടക്കുക. കംപ്ലീറ്റ് റെസ്റ്റും കംപ്ലീറ്റ് റിലാക്സേഷനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ഏത് യോഗ ചെയ്ത് കഴിഞ്ഞാലും ശവാസനത്തിൽ ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും മറ്റ് പല മെന്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഈ ശവാസനം വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ എഫക്റ്റീവാണ്. അടുത്തോട്ട് കൈ കുറയ്ക്കാനും ഇങ്ങനെ ശവാസനത്തിൽ കിടക്കുന്നത് നല്ലതാണ്. രണ്ട് കാലും അകറ്റി രണ്ട് കൈകൾ അകറ്റി മുകളിലേക്ക് റെസ്റ്റ് ചെയ്യുക. റിലാക്സ്. ശരീരത്തിന്റെ എല്ലാ ജോയിൻസിനെയും ലൂസ് ആക്കി ഇടുക. ശരീരം തളർത്തിയിട്ട് കിടക്കുക. വ്യായാമം ചെയ്യുക. മനസ്സ് നല്ല
കൂളാകും, മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രാണായാമമാണ്. അതുപോലെ ആസ്മയ്ക്കുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് നാഡീശോധന പ്രാണായാമം. ആസ്മ ഉള്ളവർ നാഡീശോധന പ്രാണായാമം ചെയ്താൽ ആസ്മ മാറുന്നതാണ്. അതുപോലെ ആസ്മ ഉണ്ടാകത്തില്ല. ശ്വാസകോശം നല്ല രണ്ട് ശരിയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും. പ്രത്യേകിച്ച് യോഗ യോഗത്തെയാണ് യോഗ പല മെഡിക്കൽ കോളേജുകളിൽ അവിടെ ഹോളിസ്റ്റിക് മെഡിസിനായിട്ട് അവർ കൊടുക്കുന്നു. ഓരോ ഇത് വളരെ ടെൻഷൻ കുറയ്ക്കാൻ സ്ട്രെസ് നീങ്ങുന്നത് ഡിപ്രഷനിലേക്ക് പോയിട്ട്
ഇത്രയും ചെയ്തതിനു വേണ്ടി എച്ച് എം ഒരു ഉപഹാരം അവർക്ക് നൽകുന്നതാണ്. അതിനായി എച്ച് എമ്മിനെ ക്ഷണിച്ചുകൊള്ളുന്നു.